യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ലൂക്ക 4:4. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദത്തെ മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്തതിനു ശേഷം നാസാനന്തരങ്ങളിലേക്ക് ഊതിയെന്ന് പറയുന്നുണ്ടല്ലേ. ദൈവത്തിന്റെ ജീവനാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത്. നമുക്കറിയാം, ഈശോ പിതാവിന്റെ വചനമാണല്ലേ. ലൂക്കായുടെ സുവിശേഷം 4:4. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിശാചിന്റെ പ്രലോഭനങ്ങളിൽ ഏറ്റവും വലിയ കാര്യം ആഹാരം അല്ലെങ്കിൽ സമ്പത്ത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. ആദ്യത്തേത് വിശക്കുന്നത് ആവശ്യങ്ങൾ നേടിത്തരിക എന്നുള്ളത്. എന്നാൽ ഇങ്ങനെ ഭൗതിക കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല നമ്മളെ ദൈവം തന്നെയാണ് പോറ്റുന്നത് എന്നുള്ളത് കൂടി ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ദൈവത്തിന് മുൻപിൽ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കാൻ, അവന്റെ വചനത്തിന് നമ്മെ വീണ്ടെടുക്കുവാനുമുള്ള ഒരു അനുസരണം നമ്മോട് ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. ഏത് സാഹചര്യത്തിലും കർത്താവിനോട് നമ്മളോട് വന്ന് ചോദിക്കാം. നമുക്ക് താല്പര്യമുള്ള സമയത്ത് മാത്രം എന്നുള്ളതല്ല. നമ്മുടെ ആധ്യാത്മികത പൂർണ്ണമാക്കുന്നത് ദൈവമാണല്ലോ. അതുകൊണ്ട് ഈ സമയത്ത് ഇപ്പോൾ ഒരു പരീക്ഷ എഴുതാൻ പോയാൽ ഏത് ക്വസ്റ്റ്യൻ ഏത് സമയത്ത് ചോദിക്കണമെന്നും ഏത് ക്വസ്റ്റ്യൻ എത്ര മാർക്കിൻ്റെതൊക്കെ ആയിരിക്കണമെന്നും തീരുമാനിക്കുന്നത് എക്സാമിനർ ആണ്. അല്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കുന്ന ആളുടെ അധികാരപരിധിയിൽപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഉത്തരമെഴുതുന്ന ആളുടെ അഭിപ്രായത്തിന് അതിന് സാധ്യതയില്ല. ഇതുപോലെ തന്നെ നമുക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആധ്യാത്മികതയിൽ ദൈവവഴിക്ക് നേടേണ്ട സമയത്ത് ഈശോ ചോദിക്കുന്നതാണ്, മനുഷ്യൻ അപ്പം കൊണ്ടാണോ ജീവിക്കേണ്ടത്, അതോ ദൈവാശ്രയം കൊണ്ടാണോ ജീവിക്കേണ്ടത്, വചനം കൊണ്ടാണോ ജീവിക്കേണ്ടത് എന്ന്. നമ്മുടെ സാഹചര്യങ്ങളിൽ ദൈവം അനുവദിക്കുന്ന ഏത് കാലത്തും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തോട് ത്വരവയുള്ളവരായിരിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ.